Hey, hear me back with another movie, വിശ്വാനന്ദ ആൻഡ് സൺസ്. ഇറ്റ്സ് എ തമിഴ് മൂവി. സൂര്യയുടെ സിനിമയാണ് ആൻഡ് ഹീറോയിൻ വന്നിട്ട് മമിതയാണ്. ഇതൊരു ഫാമിലി ഡ്രാമ, റൊമാൻസ്, ആ കൈൻഡ് ഓഫ് എന്റർടൈൻമെന്റ് ജേണലിലാണ് എടുത്തിരിക്കുന്നത്. എടുത്തു പറയുകയാണെങ്കിൽ ഇതിനകത്ത് ഏജ് ഗ്യാപ്പിന്റെ റൊമാൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അത് ഓഡിയൻസിന് കൂടുതലും ക്രിഞ്ച് ആവാതെ കുറച്ചും കൂടെ റെസ്പെക്ട്ഫുൾ ആൻഡ് ഡീസെന്റ് ടൈപ്പ് ആയിട്ടാണ് കാണിക്കുന്നത്, പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഓൾസോ വി ക്യാൻ സീ ദ മെച്ചുവേർഡ് ഡയറക്ഷൻ. അൺകൺവെൻഷണൽ ആയിട്ടുള്ള തീംസ് ആണ് ഈ സറോഗസി, ആ കൈൻഡ് ഓഫ് തിങ്സ്, ആ കൈൻഡ് ഓഫ് മാറ്റേഴ്സ്. ബട്ട് അതിനെയൊക്കെ ഒരു നോർമലൈസ് ചെയ്ത് നല്ലൊരു ഗുഡ് മാനറിലാണ് ഇത് ഇവർ ഡയറക്റ്റ് ചെയ്തതും പോർട്രേറ്റ് ചെയ്തതൊക്കെ. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഈ കഥയ്ക്ക് നല്ലൊരു സ്ട്രോങ് എലമെന്റ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ഈ ഫാമിലി സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ ഫാമിലിക്ക് ഒരു നല്ലൊരു കെമിസ്ട്രി ഉണ്ട് തമ്മിൽ, എല്ലാവരും തമ്മിൽ. ദേ ആഡഡ് റിലേറ്റബിൾ കണ്ടന്റ്സ്, കോമഡി സീൻസ്, കോമഡി ഡയലോഗ്സ്, അങ്ങനെയൊക്കെ. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫിലാണ് നമുക്ക് കുറേ ചിരിക്കാനുള്ളത്. എസ്പെഷ്യലി ഇതിലെ സ്റ്റോറിയൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഒരു വലിച്ചു നീട്ടലോ അങ്ങനെ കൈൻഡ് ഓഫ് വളഞ്ഞ് ചുറ്റി വളഞ്ഞ് ആ പരിപാടിയൊന്നും ഇതിനകത്തില്ല. സൂര്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈസ് സഞ്ജയ് ഇൻ ദിസ് ഫിലിം ആൻഡ് ഹീസ് എ ജെന്റിൽമാൻ. നല്ല റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ജെന്റിൽമാൻ ആണ് ഇതിനകത്ത്. ആൻഡ് ഹി ഹാസ് ഹിസ് ഓൺ ചോയ്സ് ആൻഡ് ഹി ഓൾവേസ് സ്റ്റിക്ക് ടു ഹിസ് പ്ലാൻസ്. പ്ലാൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഈ സിനിമയിൽ സൂര്യയുടെ ചില സീൻസ് കണ്ടപ്പം ഈ സഞ്ജയനെ ഗജനിയുടെ സഞ്ജയായിട്ട് കമ്പയർ ചെയ്ത് ഒരു സിമിലാരിറ്റി ഒക്കെ തോന്നിയിരുന്നു. നിങ്ങൾ ആ ഗജനി സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് കത്തും. ആസ് ഓൾവേസ് സൂര്യയുടെ ഒരു മാസ് ഹീറോ ഇമേജ് ഒക്കെ ഇതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇതിനകത്ത് ഫൈറ്റ് സീൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ തന്നെ നല്ല നല്ല രസമുണ്ട് കാണാൻ. ഫൈറ്റ് ഒക്കെ നല്ല ആക്ഷൻസ് ഒക്കെയാണ്. ആൻഡ് ഇതിൽ സൂര്യയും അമിതയും തമ്മിലുള്ള റൊമാൻസ് അല്ലെങ്കിൽ സാധാരണ സിറ്റുവേഷൻസിലുള്ള അവരുടെ കെമിസ്ട്രി എന്ന് പറയുന്നത് നന്നായിട്ട് തന്നെ ഇതിനകത്ത് ഡയറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാര്യം ഇറ്റ്സ് പ്രിറ്റി ഗുഡ്. കാര്യം അത് നമുക്കിങ്ങനെ ഏജ് ഗ്യാപ്പിലുള്ള ക്രിഞ്ച് ഫീലിംഗ് അതൊന്നും വന്നിട്ടില്ല ഇതിനകത്ത്. നല്ല വൃത്തിയായിട്ട് അത് പോർട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ് മമിതയുടെ ക്യാരക്ടർ. ആൻഡ് ദ ഹീറോയിൻ മമിത ഹാസ് മാഡി. എസ്പെഷ്യലി എനിക്ക് ഏറ്റവും കൂടുതൽ മമിത അഭിനയിച്ചിട്ടുള്ള സിനിമകളിൽ ഇതാണ് എനിക്ക് കുറച്ചും കൂടെ അവരുടെ ക്യാരക്ടറിൽ നല്ല ക്യൂട്ടായിട്ടും ചാമിങ് ആയിട്ടും തോന്നിയിട്ടുള്ളത്. ഷീ ഈസ് സോ എനർജറ്റിക് ഇൻ ദിസ് ഫിലിം. പിന്നെ ഇതിൽ അവരുടെ ക്യാരക്ടർ ഒരു യങ് മദറിന്റെ ഇമോഷൻസ് ഒക്കെ കൺവേ ചെയ്യുന്നുണ്ട്. അതൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ മമിതയുടെ എനർജി ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് അവരുടെ ഫസ്റ്റ് ഹാഫിലുള്ള സോങ്ങിൽ തന്നെയായിരിക്കും. അതിൽ അവരുടെ എനർജി എന്തായിരുന്നു, അടിപൊളിയായിരുന്നു. ഷീ ജസ്റ്റ് റോക്കിംഗ് ഇൻ ദിസ് ഫിലിം. ഇതിൽ അവരുടെ ക്യാരക്ടറിൽ പക്ക ഒരു എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരു പേഴ്സന്റെ ക്യാരക്ടേഴ്സും ബിഹേവിയേഴ്സും ആക്ഷൻസും ഒക്കെ തന്നെയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഇതിൽ മമിത അഭിനയിച്ച എല്ലാ സീൻസും ഒന്നിലൊന്ന് മെച്ചാണ്. ആൻഡ് ഓൾസോ ഹെർ ഡയലോഗ് ഡെലിവറി സോ ഗുഡ്. ആൻഡ് ഇതിൽ എടുത്തു പറയേണ്ട വേറൊരു കഥാപാത്രം സൂര്യയുടെ അമ്മയാണ്, ആസ് നിർമ്മല ദേവി, പ്ലേഡ് ബൈ രാധിക. സിനിമയിൽ അവരുടെ ക്യാരക്ടറും നല്ലൊരു പ്രാധാന്യം അറിയിക്കുന്ന ക്യാരക്ടറാണ്. ഷീസ് എ ബേസ് ഓഫ് ദി സ്റ്റോറി. ഈ കഥയിൽ അവരൊരു ഫ്രണ്ട്ലി കൂൾ മോമാണ്. ഇതിൽ അഭിനയിച്ച ഇമോഷണൽ സീക്വൻസ് ആണെങ്കിലും കോമഡി സീക്വൻസ് ആണെങ്കിലും നന്നായിട്ട് നല്ല നല്ല രസമായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ഒട്ടും ഓവർ അല്ലാതെ നല്ല ക്ലീൻ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇതിലെ ഡയറക്ടർ വെങ്കി അറ്റ്ലൂരിയാണ്. ആൻഡ് ഹീസ് ഡൺ എ നൈസ് ജോബ്. ഹീസ് ഡൺ ഹിസ് ജോബ് ആസ് നീറ്റ് ആൻഡ് ക്ലീൻ. ഈ സിനിമയിലെ പാട്ടാണെങ്കിലും ഡാൻസ് ആണെങ്കിലും നല്ലൊരു എന്റർടൈൻമെന്റ് ആയിരുന്നു. നല്ല രസമായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് എടുത്തു പറയാൻ തോന്നിയത് അവരുടെ ക്യാമറ മൂവ്മെന്റ്സ് ആയിരുന്നു, ആക്ഷൻസ്, അതൊക്കെ നല്ല നല്ല രസമുണ്ടായിരുന്നു. മീൻസ് സ്മൂത്ത് ആയിരുന്നു. അതുപോലെ തന്നെ സ്ക്രീൻ പ്ലേ ആൻഡ് സിനിമാറ്റോഗ്രഫിയും ഗുഡ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വെരി വെൽ. ഓവറോൾ ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്കിത് ഇഷ്ടപ്പെട്ട നല്ലൊരു സിനിമയാണ്. ബിക്കോസ് ഒരു ഫാമിലി എന്റർടൈൻമെന്റ് സിനിമയാണ്. ഫാമിലിയിൽ എല്ലാവർക്കും ആയിട്ട് പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ആൻഡ് എസ്പെഷ്യലി സൂര്യ ഫാൻസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി യു ഷുഡ് വാച്ച് ഓൺ തിയേറ്റേഴ്സ്. ആൻഡ് പിന്നെ പറയുകയാണെങ്കിൽ മമിതയുടെ ഫാൻസ് ഉണ്ടെങ്കിലും പോയി കാണാം. അടിപൊളിയായിട്ട് അവൾ ചെയ്തിട്ടുണ്ട് അത്. സോ ഗുഡ്. സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച എല്ലാവരും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്ര നല്ലൊരു സിനിമ ഉണ്ടായത്. ഇൻ മാസ്റ്റർ പീസ് അങ്ങനെയൊന്നുമല്ല, ഈ ഗുഡ് എന്റർടൈൻമെന്റ് ഫിലിം. നമുക്കൊക്കെ എല്ലാവർക്കും ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റുന്ന നല്ലൊരു സിനിമയാണ്. അത് ഒരു ഹാപ്പി മൂഡിൽ നല്ല സന്തോഷമായിട്ട് കുറേ ചിരിച്ച് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ആൻഡ് ആസ് മൈ സൈഡ് ഇറ്റ്സ് എ 8 out of 10. ഐ വിൽ ബി ബാക്ക് വിത്ത് അനദർ മൂവി. ബൈ.